ഹായ്, ഇന്ന് നേന്ത്രപ്പഴം വെച്ച് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു പഴം എടുത്താൽ മതി. ഒരു നേന്ത്രപ്പഴം മിക്സിയിലേക്ക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം 4 സ്പൂണ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചെറിയ സ്പൂണിന് 4 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. പിന്നെ അല്പം തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. വെളിച്ചെണ്ണേനെക്കാട്ടിലും നല്ലത് നെയ്യ് ചേർക്കുന്നത് തന്നെയാണ്, ടേസ്റ്റ് കൂടും. അങ്ങനെ നെയ്യൊക്കെ നല്ലപോലെ എല്ലാ കുഴികളിലും ചേർത്ത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അടിപൊളിയാണ്, ഹെൽത്തിയാണ്, എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഒരു വശം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു ചായ തിളയ്ക്കുമ്പോഴത്തേന് തന്നെ ഈ ഒരു പലഹാരവും തയ്യാറാക്കാൻ പറ്റും. ഇത് അരിപ്പൊടിയിലും ഗോതമ്പ് പൊടിയും ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ പഴം ചേർത്ത് തയ്യാറാക്കാൻ പറ്റുമേ. അങ്ങനെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ്. ഇത് സോഫ്റ്റാണ്, പിന്നെ അത് കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. ഇനി ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയും കൂടെ ചുട്ടെടുക്കുക. അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചൂട് ചായയും ഇതും കൂടെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ല ഇതാണ്. ഹെൽത്തി ആയിട്ട് എണ്ണയൊന്നും അധികം കുടിക്കാത്ത, നെയ്ക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.